നമസ്കാരം. ക്ഷേത്രങ്ങളിൽ നടക്കുന്ന കൊള്ളകളെയും തട്ടിപ്പുകളെയും ഒക്കെ കുറിച്ച് നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തവും തീർത്തും ഞെട്ടിപ്പിക്കുന്നതുമായ വാർത്തയാണ് ശബരിമലയിൽ നിന്ന് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസവും പുറത്തു വരുന്ന വാർത്തകൾ ഏതൊരു മലയാളിയെയും അമ്പരപ്പിക്കുന്നതാണ്. ഇപ്പോഴിതാ ശബരിമല മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു അറസ്റ്റിലായി എന്ന വാർത്തയും ഇന്നലെ എത്തി. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശേഷം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ രണ്ടാമത്തെ അറസ്റ്റാണിത്. ഇതോടെ ശബരിമല കൊള്ളയുടെ പിന്നിൽ കളിച്ച പല വമ്പൻ സ്രാവുകളുടെയും നെഞ്ചിടിപ്പും കൂടിയിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. സർക്കാരും ദേവസ്വം ബോർഡും അറിയാതെ ഇത്രയും വലിയ തട്ടിപ്പ് നടക്കില്ലെന്ന കാര്യം ഉറപ്പാണല്ലോ. എന്തായാലും മുരാരി ബാബുവിന്റെ മൊഴി കേസിൽ അതീവ നിർണായകമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ഇരുത്തിയായിരിക്കും മുരാരി ബാബുവിനെയും ചോദ്യം ചെയ്യുന്നത്. ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടത്തിയ പിണറായി സർക്കാരിനെതിരെ BJP രാപ്പകൽ സമരവും സെക്രട്ടേറിയറ്റ് ഉപരോധവും നടത്താൻ ഒരുങ്ങുന്നത്. ഒക്ടോബർ 24-ാം തീയതി വൈകിട്ട് ആരംഭിക്കുന്ന ഉപരോധം 25-ന് വൈകിട്ട് സമാപിക്കും. പ്രതിഷേധവും സെക്രട്ടേറിയറ്റ് ഉപരോധവും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്യും. പ്രധാനമായും 4 ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചാണ് BJP രാപ്പകൽ പ്രതിഷേധവും സെക്രട്ടേറിയറ്റ് ഉപരോധവും സംഘടിപ്പിക്കുന്നത്. 1. സ്വർണ്ണക്കൊള്ള നടത്തിയ ദേവസ്വം മന്ത്രി രാജിവെക്കുക. 2. ദേവസ്വം ബോർഡ് പിരിച്ചുവിടുക. 3. ദേവസ്വം ബോർഡിലെ കഴിഞ്ഞ 30 വർഷത്തെ സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്ര ഏജൻസികളെ കൊണ്ട് അന്വേഷിപ്പിക്കുക. 4. സംസ്ഥാനത്തെ എല്ലാ ദേവസ്വം ബോർഡിലും അടിയന്തര CAG ഓഡിറ്റ് നടത്തുക. ഇങ്ങനെയുള്ള 4 ആവശ്യങ്ങൾ പ്രധാനമായും മുന്നോട്ട് വെച്ചാണ് BJP ഈ പ്രതിഷേധം നടത്താൻ ഒരുങ്ങുന്നത്. എറണാകുളം മുതൽ തിരുവനന്തപുരം വരെയുള്ള 25,000 പ്രവർത്തകർ പ്രതിഷേധത്തിൽ പങ്കെടുക്കും. കൂടാതെ ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ ഒക്ടോബർ 23, അതായത് ഇന്ന് മുതൽ 28 വരെയുള്ള ദിവസങ്ങളിൽ കേരളത്തിലെ 280 കേന്ദ്രങ്ങളിൽ NDAയുടെ നേതൃത്വത്തിൽ സായാഹ്ന ധർണയും പൊതുസമ്മേളനവും നടത്തും. കഴിഞ്ഞ വർഷങ്ങളിൽ ദേവസ്വം മന്ത്രി BN വാസവൻ, മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ എന്നിവരുടെ വസതിയിലേക്കും ദേവസ്വം ബോർഡ് ആസ്ഥാനത്തേക്കും സെക്രട്ടേറിയറ്റിലേക്കും BJP മാർച്ചുകൾ നടത്തിയിരുന്നത് വാർത്തകളിൽ നിറഞ്ഞിരുന്നു. അതേസമയം ശബരിമലയിലെ സ്വർണ്ണപ്പാളി തട്ടിപ്പിൽ ചെമ്പ് പുറത്തു വരുമോ? ഹൈക്കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ നടക്കുന്ന പ്രത്യേക സംഘത്തിന്റെ അന്വേഷണം യഥാർത്ഥ കുറ്റവാളികളിലേക്ക് എത്തുമോ? തട്ടിപ്പിന് പിന്നിൽ രാഷ്ട്രീയ നേതാക്കളുടെ സഹായം ലഭിച്ചോ? 1998-ൽ വിജയ് മല്യയുടെ നേതൃത്വത്തിൽ 30.3 കിലോ സ്വർണം ഉപയോഗിച്ച് പൊതിഞ്ഞ ഭാഗങ്ങൾ എന്തിനാണ് 2019-ൽ വീണ്ടും സ്വർണം പൊതിയാനായി കൊണ്ടുപോയത്? ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ആരാണ് ശബരിമലയിൽ സ്പോൺസറായി കൊണ്ടുവന്നത്? ഉദ്യോഗസ്ഥ തലത്തിൽ നടന്ന ഉന്നത ഗൂഢാലോചനയിൽ ആർക്കൊക്കെ നേരിട്ട് പങ്കുണ്ട്? ഇക്കാര്യങ്ങളിലൊക്കെ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അറസ്റ്റിലായ മുരാരി ബാബുവിന്റെ മൊഴി അന്വേഷണത്തിൽ അതിനിർണായകമായി മാറുകയും ചെയ്യും. ശബരിമല ദ്വാരപാലക ശില്പപാളിയിലെ സ്വർണം കവർന്ന കേസിലെ 2ാം പ്രതിയും മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുമായ മുരാരി ബാബുവിനെ പ്രത്യേക അന്വേഷണ സംഘം ഇന്നലെ രാത്രിയാണ് കസ്റ്റഡിയിൽ എടുത്തത്. സ്വർണം പൊതിഞ്ഞ ശില്പപാളികൾ വെറും ചെമ്പു തകിടുകൾ എന്ന മഹസറിൽ എഴുതി ശുപാർശ നൽകിയത് മുരാരി ബാബുവാണ്. മറ്റുള്ള പ്രതികൾക്കും അന്വേഷണ സംഘം ചോദ്യം ചെയ്യലിന് ഹാജരാകാനായി നോട്ടീസ് നൽകി തുടങ്ങിയിട്ടുണ്ട്. മോഷ്ടിച്ച സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി കൈമാറിയെന്ന് കരുതുന്ന ബംഗളൂരു സ്വദേശി കൽപേഷിനെയും ഹൈദരാബാദിൽ സ്വർണ്ണപ്പാളികൾ ചെയ്യുന്ന സ്ഥാപനത്തിന്റെ ഉടമയായ നാഗേഷിനെയും ഉടൻ കസ്റ്റഡിയിൽ എടുക്കുമെന്നാണ് സൂചന. അവരിൽ നിന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരിലേക്കും അന്വേഷണ സംഘം എത്താനുള്ള ദൂരം കുറഞ്ഞു വരികയാണ്. എന്തായാലും BJPയുടെ ഈ രാപ്പകൽ സമരം ഈ വിഷയം കേരള സമൂഹത്തിൽ വിശ്വാസികളിൽ ആളിക്കത്തിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല.